ഹലോ നമസ്കാരം ഗൈസ്, ഐ ആം VisHnuDs. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടാവണം. നമ്മൾ ഇന്നൊരു നാടൻ കോഴിക്കറിയാണ് ഉണ്ടാവുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തുന്ന നാടൻ കോഴിയാണ്. അപ്പോൾ ഇത് നമ്മൾ അടിപൊളിയായിട്ട് നല്ല നാടൻ സ്റ്റൈലിലാണ് നമ്മൾ ഇന്ന് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പം ഇതിന് ഏകദേശം ഒരു 3 കിലോ വെയിറ്റ് എന്തായാലും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഒരു 2.5 വർഷത്തെ ആ ഒരു പഴക്കമുണ്ട്. 2.5 വർഷത്തെ ഒരു ഏജ് വരുന്നൊരു കോഴിയും കൂടെയാണ് ഇത്. അപ്പോൾ ഇതിന് നമ്മൾ വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തേത്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്റെ പേര് സുലൈമാൻ, ഈ ചുരത്തിലെ ഹനുമാൻ. വനരകുലം ഞാൻ, വലില്ല കവിയാൻ. Oh, don't think I'm an ape. ഞാനൊരു monkey, I had a tail. എന്റെ കഥ ഞാൻ ഇപ്പൊ പറയാം, listen to my tale. ഏതോ വണ്ടി കേറി ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു നാടൻ കോഴിയുടെ ചിക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോഴിക്ക് 2.5-2.25 ആ ഒരു ഏജ് വരുന്നതുകൊണ്ട് നല്ല രീതിക്ക് നെയ്യ് ഉണ്ടായിരുന്നു കോഴിക്ക്. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് നെയ്യെല്ലാം മാറ്റി നല്ല രീതിക്ക് വാഷ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വെറൈറ്റി ആയിട്ട് വെക്കുന്നതിലേക്ക് പാചകത്തിലേക്ക് കിടക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു ചെറിയ ഉരുളി എടുക്കുക, അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ആ വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടായിട്ട് വരുന്ന ആ ഒരു സമയത്തേക്ക് നമുക്ക് കുറച്ച് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആ കടുക് അങ്ങോട്ട് പൊട്ടുന്ന സമയത്തേക്ക് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തേങ്ങാക്കൊത്തും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒരുപാട് നിങ്ങൾ വാട്ടേണ്ട കാര്യമില്ല, ഒരു മീഡിയം രീതിക്ക്. അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് സവാളയും തക്കാളി പച്ചമുളകും എല്ലാം കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ മിക്സ് ആക്കിയിട്ടാണ് ചെയ്തേക്കുന്നത്. കൊച്ചുള്ളി, സവാള, തക്കാളി, പച്ചമുളക്, ഇത്തരം സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള പെട്ടെന്ന് വരാനായിട്ട് നിങ്ങൾ വെച്ചാൽ ഉപ്പിട്ടാൽ കൊടുത്താലും വേണ്ടിയില്ല. ഇപ്പം ഇനി ആദ്യം നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ല രീതിക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക, എല്ലാ ഭാഗത്തും ആ ഒരു ഇത് വരാനായിട്ട്. അപ്പം നമ്മുടെ ആ മഞ്ഞൾപ്പൊടി എല്ലാ ഭാഗത്തും പിടിച്ചിട്ടുണ്ട്, ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ ചേരുവകൾ ഇങ്ങനെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യമേ നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി പേസ്റ്റാണ്, നമ്മൾ കല്ലിലിട്ട് അരച്ച് ചേർത്തതാണ്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില, എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുക, കാര്യം അതൊന്ന് വരണ്ട് വരാനായിട്ട്. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച കുരുമുളക് പൊടിയാണ്. ഇതിന് എരിവോ കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് കുറേ ഇടുന്നത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ്. നമ്മളുണ്ടാക്കുന്ന ഈ കറിക്ക് കുരുമുളക് എന്തായാലും മസ്റ്റാണ്, കാര്യം ഒരു വെറൈറ്റി ആയിട്ടാണ്, നമ്മൾ നാടൻ സ്റ്റൈലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എരിവ് എന്തായാലും മസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. വലിയ ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി ചേർക്കണം. പിന്നെ ഒരു 2 വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗരം മസാലയാണ്. വീട്ടിൽ പൊടിപ്പിച്ച് ഒരു ഗരം മസാല ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ആ ഒരു ടേസ്റ്റ് വരാനായിട്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇപ്പം തന്നെ ആ ഒരു ഗ്രേവിയുടെ ആ ഒരു സ്മെല്ല് നമുക്ക് മൂക്കിലോട്ട് അടിക്കുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആ ഒരു ഗ്രേവി സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലോട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഗൈസ്, അപ്പം ഈ സൗണ്ടൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കേട്ടുന്നതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എത്ര പറഞ്ഞാലും വോയിസ് കറക്റ്റായിട്ട് കിട്ടത്തില്ല, ഒരു ഇറിറ്റേഷൻസ് ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ എനിക്ക് മൈക്കോ കാര്യങ്ങളൊന്നുമില്ല, പിന്നെ രണ്ടാമത് കട്ട് ചെയ്ത് കയറ്റുന്നതാണ് ഈ ഒരു സൗണ്ടൊക്കെ. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ച് ആ ഒരു കുറവുകളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം വീഡിയോസ് കാണാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ആ ഒരു ഗ്രേവിയുടെ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ,
അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ട് ചേർക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങാപ്പാലാണ്. അപ്പം നല്ല രസമല്ലേ കാണാൻ തന്നെ, ഒരു ഭംഗിയായിട്ടില്ലേ. ഇനിയിപ്പോൾ എന്തായാലും കുറച്ചേറെ നേരം തന്നെ എന്തായാലും ഇതിൻ്റെ വേവിന് വേണ്ടിയിട്ട് എടുക്കും. കാര്യം എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു 1.5 മണിക്കൂറിനടുത്തോളം എന്തായാലും എടുക്കും. നാടൻ കോഴി ആയതുകൊണ്ട് റബ്ബർ പോലെ ഇരിക്കും വെന്തില്ലെങ്കിൽ. ഇതാണ് നമ്മുടെ ഒരു സ്പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല രസമല്ലേ. അവന്മാർ അത് സെറ്റ് ആകുമ്പോഴത്തേനും അവിടെ PUBG കളിച്ചിട്ടിരിക്കുകയാണ്. അടിപൊളിയാണ്. നമ്മൾ വൈകുന്നേരമൊക്കെ വന്ന് ഇരിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ്. ഞങ്ങൾ ഇവിടെ വെച്ചിട്ടാണ്, എൻ്റെ വീഡിയോസൊക്കെ ആദ്യം മുതൽ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഇവിടെ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മുടെ ചിക്കൻ അങ്ങനെ ഒരു വിധത്തിൽ സെറ്റായിട്ടുണ്ട്. ആവിയൊക്കെ വരുന്നുണ്ട്. എവിടെയെന്ന് പിടിച്ചോ. നാടൻ കോഴി ആയതുകൊണ്ട് വേവാനായിട്ട് നല്ല താമസമായിരുന്നു. കാര്യം മറ്റേ നമ്മുടെ ഇറച്ചിക്കോഴി പോലല്ല, നല്ല കട്ടിയാണ്. ഇപ്പം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഏകദേശം ഒരു 1 മണിക്കൂർ മേളിൽ എന്തായാലും ഇത് വേവിക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, സമയം എടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രേവി ഒരുപാട് വെച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. ആ കറിയുടെ ഭാഗത്തിനായിട്ട് നല്ല രീതിക്ക് കുറുക്കിയാണ് നമ്മൾ ആ ഒരു ഗ്രേവി സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാകുമ്പോഴത്തേന് മസാലയും കാര്യങ്ങളെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടോ? ഗൈസ്, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതി വരുന്നില്ലേ? അടിപൊളിയാണ്. ആ ഒരു ഗ്രേവി തന്നെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വരട്ടിയെടുത്തത്. കാര്യം അധികം നമ്മൾ ചാറോ കാര്യങ്ങളൊന്നും വെച്ചിട്ടൊന്നുമില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിക്ക് നല്ല എരിവോട് കൂടിയിട്ടാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയേക്കുന്നത്. പൊളി സാധനം. ഇനിയിപ്പോൾ നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ല നാടൻ കപ്പ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മുടെ ചിക്കൻ കറി അങ്ങനെ നമുക്ക് നമ്മുടെ ആ ഒരു ചിക്കൻ കറിയും കുറച്ച് ഗ്രേവി. ചിക്കൻ നിങ്ങൾക്ക് കാണാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉണ്ടോ. എന്തായാലും ഞാൻ തന്നെ ആദ്യം അഭിപ്രായം പറയുന്നത് എന്തായാലും മോശമായിരിക്കും. ഫസ്റ്റ് ഇവരുടെ തന്നെ ചോദിക്കാം. എങ്ങനെയുണ്ടോ? സൂപ്പറാണ്. നല്ല എരിവ് ഇതെല്ലാം സൂപ്പറാണ്. ഇനിയിപ്പോൾ നമ്മുടെ 2 കമ്പനിക്കാരും ഉണ്ട്, പിന്നെ നമ്മുടെ ക്യാമറമാൻ ചെറുക്കും കൂടെ ഇതുപോലെ ടേസ്റ്റ് ചെയ്തിട്ട് അവരും കൂടെ കാര്യം പറയാം. എന്നിട്ട് അതിന് ശേഷം ഞാൻ എന്തായാലും പറയാം. പൊളി സാധനമാണ്. എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നാടൻ കോഴി വേവാൻ മാത്രം ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ സംഭവം വേറെ ലെവലാണ്. എരിവുണ്ടോ? കാലത്ത് സൂപ്പറായിട്ട് ഗ്രേവിനോട്
പൊളി സാധനല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല എരിവും. അതേപോലെ ഇവനായിരുന്നു നമുക്ക് ഇത്ര നേരം ക്യാമറ പിടിച്ചോണ്ടിരുന്നത്. വേറെ ഞങ്ങളുടെ സ്ഥലം ഇതാണ്. അവിടെ ആയിരുന്നു നമ്മൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്തത്. മീനൊക്കെ ചാടുന്നു. എന്തായാലും ഇനിയിപ്പോ ഞാൻ കഴിച്ചിട്ട് വരാം. വീഡിയോ എടുത്തോണ്ടിരുന്ന എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഗൈസ് അങ്ങനെ നമ്മുടെ കപ്പയൊക്കെ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം പരിപാടി കഥം ഹോഗയ. നീ എണ്ണിക്കടാ. ഇന്നത്തെ ഈ ഒരു നാടൻ ചിക്കൻ കറിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടിപൊളി വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു അടിപൊളി വീഡിയോസോടെ നമ്മൾ വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ. അടിപിടി കടിപിടി എന്തൊക്കെ നടപടി നിന്റെ